സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ വിശ്വാസകാര്യങ്ങളിൽ പരമപ്രാധാന്യം അർഹിക്കുന്ന ഏകദൈവ വിശ്വാസം, അതല്ലെങ്കിൽ തൗഹീദ്, അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതിലേക്കാണ് ഒരു മുസ്ലിം ആദ്യമായി ക്ഷണിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ആ മേഖലയിൽ പിഴവ് സംഭവിച്ചു പോയാൽ ഒരു സൽക്കർമ്മം പ്രവർത്തിച്ചതുകൊണ്ടും പ്രയോജനമില്ല, പരലോകത്ത് മുഴുവൻ അമലുകളും പൊളിഞ്ഞുപോകും എന്നും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. തൗഹീദിന്റെ ആ പ്രാധാന്യം കൊണ്ടാണ് ആളുകളിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടായാലും ജനങ്ങളുടെ മുമ്പാകെ പ്രവാചകന്മാർ പഠിപ്പിച്ച രൂപത്തിൽ ആ വിഷയം ഇസ്ലാമിക പ്രവർത്തകന്മാർക്ക് അവതരിപ്പിക്കേണ്ടി വരുന്നത്. അതിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ അത് പറയുന്ന ആളുകൾ കേൾക്കേണ്ടി വരാറുണ്ട്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു എന്നും ജനങ്ങളെ തേരിതിരിക്കുകയാണ് എന്നുമൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ആ ആരോപണത്തിൽ നിന്ന് ഈ ലോകം കണ്ട നല്ലവനായ മനുഷ്യനായ അഷ്റഫുൽ ബശർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും രക്ഷപ്പെട്ടിട്ടില്ല. ആ പ്രവാചകനെയും ഇതേ കാര്യം പറഞ്ഞ് ജനങ്ങൾ ആക്ഷേപിച്ചു എന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. നമ്മൾ അന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒരു മനുഷ്യൻ സ്വർഗാവകാശിയാകുന്നത് തൗഹീദിലൂടെയാണ്, നരകാവകാശിയായി മാറുന്നത് ഈ തൗഹീദിൽ വരുന്ന പിഴവുകളിലൂടെയുമാണ്. എങ്കിൽ എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്? ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിൽ എങ്ങനെയാണ് ശിർക്ക് വന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശിർക്കിന്റെ ആരംഭകാലം തൊട്ടുള്ള ചർച്ച, അല്ലെങ്കിൽ ആ ചരിത്രം, അത് വിശദീകരിക്കുന്നിടത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. തൗഹീദിലേക്ക് പ്രബോധനം നടത്താൻ വേണ്ടി ഒന്നാമതായി അല്ലാഹു നിയോഗിച്ച പ്രവാചകൻ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് എന്ന് നമുക്കറിയാം. ആ പ്രവാചകൻ ജനങ്ങളുടെ മുമ്പാകെ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പ്രബോധനം നടത്തിയത് ഏതാനും വർഷങ്ങളായിരുന്നില്ല, നൂറ്റാണ്ടുകളാണ് അദ്ദേഹം പ്രബോധനം നടത്തിയത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങൾക്കിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന സന്ദേശത്തിന്റെ പൊരുൾ വ്യക്തമാക്കാൻ 1 നൂറ്റാണ്ടോ 2 നൂറ്റാണ്ടോ അല്ല ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഖുർആൻ പറയുന്നത് ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമാ. ഫലബിസ ഫീഹിം, നൂഹ് ആ ജനങ്ങളിൽ താമസിച്ചു, അൽഫ സനത്തിൻ 1000 കൊല്ലം, ഇല്ലാ 50 ആമാ 50 കൊല്ലം കഴിച്ച്, 950 കൊല്ലം ജീവിച്ച ഒരു പ്രവാചകനായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ കാലത്ത് അദ്ദേഹം ആ ജനങ്ങളിൽ വരികയും വളരെ കാര്യമായി അദ്ദേഹം രഹസ്യമായും പരസ്യമായും അതേപോലെ തന്നെ രാത്രിയിലും പകലിലുമൊക്കെ ജനങ്ങളെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്, സൂറത്ത് നൂഹ് എന്നാണ് അതറിയപ്പെടുന്നത്. ആ സൂറത്തിൽ തൗഹീദ് പ്രബോധനം നടത്താൻ വേണ്ടി മഹാനായ ഈ പ്രവാചകൻ സഹിച്ച ത്യാഗങ്ങളാണ് അള്ളാഹു വിശദീകരിച്ചിട്ടുള്ളത്. അതിന്റെ ആദ്യ ഭാഗത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി അള്ളാഹു പറയുകയാണ്, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ وإني كلما دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم واستغشوا ثيابهم وأصروا واستكبروا استكبارا ثم إني دعوتهم جهارا
ثم إني أعلنت لهم وأسررت لهم إسرارا. ആ പ്രവാചകൻ അള്ളാഹുവിനോട് എടുത്തു പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുകയാണ്, റബ്ബി, എന്റെ നാഥ, ഇന്നി, നിശ്ചയമായും ഞാൻ ദഅഉതു ഖൗമി, എന്റെ ജനങ്ങളെ ക്ഷണിച്ചു, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ഞാൻ എന്റെ ജനങ്ങളെ ക്ഷണിച്ചു, ലൈലൻ വനഹാറ, രാത്രിയിലും പകലിലും. ഞാൻ അവരെ വിളിക്കുമ്പോഴെല്ലാം അവർക്കെന്നോട് ദേഷ്യം കൂടുകയാണ്. നമ്മളൊരു കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കണം. ചരിത്രത്തിൽ ജനങ്ങളുടെ വിശ്വാസത്തിൽ വന്ന പുഴുക്കുത്തുകളെ വിമർശിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകൻ ജനങ്ങളോട് പറഞ്ഞപ്പോൾ കിട്ടിയ പ്രതികരണമാണ്. ഒന്നാമത്തെ പ്രബോധകന് കിട്ടിയ പ്രതികരണം എന്താ? വഇന്നീ കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും, ഞാൻ അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും ആ സന്മാർഗത്തിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് പുരോഗതിയുണ്ടെന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തപ്പോഴെല്ലാം ജഅലൂ അസാബിയഹും ഫീ ആദാനിഹിം, അവരുടെ വിരൽത്തുമ്പുകളെ അവർ ഇരു ചെവിയിലുമാക്കി ഇറുക്കിപ്പിടിക്കുകയാണ് ചെയ്തത്. വഅസറൂ വസ്തക്ബറു ഇസ്തിക്ബാറ, അവർ തുടർന്നു വരുന്ന അന്ധവിശ്വാസത്തിൽ തന്നെ അവർ ഉറച്ചു നിന്നു. വസ്തക്ബറു ഇസ്തിക്ബാറ, അതുകൊണ്ടും അവസാനിച്ചില്ല, അവർ അഹങ്കരിക്കുകയാണ് ചെയ്തത്. പടച്ചതമ്പുരാനെ, എന്റെ ഭാഗത്തൊരു വീഴ്ചയും വന്നതുകൊണ്ടല്ല. കാരണം ഞാൻ അവരോട് പരസ്യമായും പറഞ്ഞിട്ടുണ്ട്, ഇന്നി ദഅഉതുഹും ജിഹാറ വഅസ്റർതു ലഹും ഇസ്റാറ, ഞാൻ അവരോട് രഹസ്യമായും പരസ്യമായും പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ പ്രബോധനത്തിന്റെ മേഖലകൾ എന്റെ വരുതിയിൽ നിന്നുകൊണ്ട് എനിക്ക് ഉപയോഗപ്പെടുത്താമോ മുഴുവൻ കാര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന തത്വം ഞാൻ അവരോട് പറഞ്ഞപ്പോഴെല്ലാം അവരെന്നെ പരിഹസിക്കുവാനും എന്നെ ഭ്രാന്തനെന്ന് വിളിക്കാനും എന്നെ മാരണക്കാരനെന്ന് പറയാനും എന്നെ കുഴപ്പക്കാരനായി ചിത്രീകരിക്കാനും എന്നെ ഭിന്നിപ്പുകാരനായി മുദ്രകുത്തുവാനുമൊക്കെയാണ് റബ്ബേ അവർ തയ്യാറായിട്ടുള്ളത്. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇനി ഞാൻ എങ്ങനെയാണ് ജനങ്ങളെ ഈ സത്യത്തിലേക്ക് ക്ഷണിക്കേണ്ടത്? ഇങ്ങനെ കഷ്ടപ്പെട്ട കഷ്ടപ്പാടിനെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്തിനു വേണ്ടി? ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞു എന്ന ഒരൊറ്റ കാരണത്താൽ. ആ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. എന്തേ അദ്ദേഹം പറഞ്ഞുള്ളൂ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുമില്ല. ഇത് നൂഹ് നബി അങ്ങോട്ട് പ്രബോധനം നടത്തിയ ആ ജനങ്ങളെ എല്ലാ മാർഗങ്ങളിലൂടെയും ജനങ്ങളെ ക്ഷണിച്ചു. എന്തേ ആ ജനങ്ങളിലുണ്ടായിരുന്ന തെറ്റെന്താ? ഏത് ജനങ്ങളിലേക്കാണ് നൂഹ് നബിയെ അള്ളാഹു നന്നാക്കാൻ വേണ്ടി അയക്കുന്നത്? അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തി ഇല്ല എന്ന് വാദിക്കുന്ന നിരീശ്വരവാദികളിലേക്കാണോ നൂഹ് നബിയെ പറഞ്ഞയച്ചത്? ഒരിക്കലുമല്ല. അവരല്ലാഹുവിൽ വിശ്വസിക്കുന്നവരല്ലേ? തീർച്ചയായും അതേ, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. അതല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെ തന്നെ സ്വയം കഴിവുള്ള രണ്ട് പടച്ചവന്മാരുണ്ട്, പ്രപഞ്ചത്തിന് രണ്ട് സൃഷ്ടാക്കളുണ്ട് എന്ന് വിശ്വസിച്ച ഒരു ജനതയിലേക്കാണോ നൂഹ് നബിയെ അള്ളാഹു പറഞ്ഞയച്ചത്? അല്ല. പിന്നെ നൂഹ് നബിയെ അള്ളാഹു പറഞ്ഞയച്ച സമൂഹത്തിലുണ്ടായിരുന്ന തെറ്റെന്താ? ഏത് തെറ്റ് തിരുത്തുവാനാണ് നൂഹ് നബിയെ അള്ളാഹു അയച്ചത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ജനങ്ങളിൽ ആരാധിച്ചിരുന്ന, ആ ജനങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന 5 ആളുകൾ ഉണ്ടായിരുന്നു. ഒരാളുടെ പേര് വദ് എന്നായിരുന്നു, രണ്ടാമത്തെയാളുടെ പേര് സുവാഴ്, മൂന്നാമത്തെ വ്യക്തിയുടെ പേര് യഗൂത്ത്, നാലാമത്തെ വ്യക്തിയുടെ പേര് യഴൂക്ക്, അഞ്ചാമത്തെ വ്യക്തിയുടെ പേര് നസ്ർ. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ച സൂറത്ത് നൂഹിൽ ഈ 5 ആളുകളുടെ പേരും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആനിൽ. ഈ 5 ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിച്ചു വന്നിരുന്ന ഒരു സമൂഹമായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിക്കപ്പെടുന്ന അക്കാലഘട്ടത്തിലെ ആളുകൾ. ഇതായിരുന്നു അന്നത്തെ അവരുടെ തെറ്റ്. വദ്ദാണ് അള്ളാഹ് എന്നവർ പറഞ്ഞിട്ടില്ല. സുവാആണ്, യഗൂസാണ്, യഴൂക്കാണ്, നസ്റാണ് ഈ ലോകത്ത് പടച്ചത് എന്നവർ പറഞ്ഞിട്ടില്ല. അള്ളയില്ല, ഒരേ ഒരു ശക്തിയായ അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തിയില്ല എന്ന നിരീശ്വരവാദികളുമല്ല അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. പക്ഷേ ഈ 5 ആളുകളുമായി അവർക്ക് ചില അമിതമായ അടുപ്പമുണ്ട്. ആരായിരുന്നു ഈ 5 ആളുകൾ? കല്ലല്ല, മരമല്ല, അതല്ലെങ്കിൽ ചെടികളല്ല, ജീവനില്ലാത്ത വസ്തുക്കളല്ല. ഈ 5 ആളുകളും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ്
അവിടെ കഴിഞ്ഞുപോയ 5 സാലിഹീങ്ങളായിരുന്നു. 5 ഔലിയാക്കന്മാരുടെ പേരാണിത്. 5 ഔലിയാക്കന്മാരുടെ പേര്. ഒന്ന് വദ്, സുവാഴ്, യഗൂസ്, യഊഖ്, നസ്ർ. ഈ 5 ആളുകൾ ആരായിരുന്നു? ഈ 5 ആളുകളും കല്ലുകൊണ്ടുണ്ടാക്കിയ പ്രതിമകളല്ല, മരം കൊണ്ട് കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങളല്ല. ഈ 5 ആളുകളും ആരായിരുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുകയാണ്. ഇന്നഹാ ഉലാഇൽ ഖംസ അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിക്കപ്പെടുന്ന ജനതയിൽ കഴിഞ്ഞുപോയ 5 നല്ലവരായ ആൾക്കാരുടെ പേരാണിത്. അവർ വൃത്തികെട്ട ആളുകളല്ല, മോശക്കാരല്ല. അള്ളാഹുവിലേക്ക് അടുപ്പം സിദ്ധിച്ചിട്ടുള്ള 5 നല്ലവരായ മനുഷ്യർ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഔലിയാക്കൾ. അള്ളാഹുവിലേക്ക് അടുപ്പം കിട്ടിയിട്ടുള്ള നല്ലവരായ 5 ആളുകൾ. ഈ ആളുകൾ ഫലമ്മാ ഹലകു ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം. ഈ 5 ആളുകളും മരണപ്പെട്ടപ്പോൾ ശൈത്താൻ അന്നത്തെ ജനങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തു, അൻസിബു ഇലാ മജാലിസിഹിമുല്ലതീ കാനൂ യജ്ലിസൂന അൻസാബാ. ഇവരിരുന്നിരുന്ന ആ സ്ഥലങ്ങളെ നിങ്ങളൊന്ന് ആദരിച്ചുകൊണ്ട് അവിടെ ഇവരുടെ പേരിൽ ഒരു പ്രതിഷ്ഠയുണ്ടാക്കണം. ഇബ്ലീസ് ആദ്യമായി വിഗ്രഹത്തെ നിർമ്മിക്കുവാൻ വേണ്ട പ്രചോദനം മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുകയാണ്. അതിനു മുമ്പ് വിഗ്രഹമുണ്ടാക്കുന്ന ഏർപ്പാടില്ല. ആ കാലത്ത് നൂഹ് നബിയുടെ ജനതയോട് അന്ന് ഇബ്ലീസ് സൂചിപ്പിച്ച സൂചനയാണ്, അല്ലെങ്കിൽ തോന്നിപ്പിച്ച വികാരം എന്താണ്? ഈ 5 ആൾക്കാരും മരിച്ചപ്പോൾ 5 ആളുകളുടെയും പേരിൽ പ്രതിമയുണ്ടാക്കാൻ പറഞ്ഞു. എന്തിനു വേണ്ടി ആ പ്രതിമയുണ്ടാക്കാൻ പറഞ്ഞത്? ഇവരെ ആരാധിക്കാൻ വേണ്ടി എന്നല്ല ആദ്യം ഇബ്ലീസ് പറഞ്ഞത്. ഒരു സ്മാരകമെന്നോണം 5 ആളുകളുടെയും പ്രതിമയുണ്ടാക്കുക. എന്തിനു വേണ്ടി? നിങ്ങൾ ആരാധിക്കുകയൊന്നും വേണ്ട. അന്നുണ്ടാക്കിയത് ഒരു സ്മാരകം എന്ന രൂപത്തിലാണ്. അള്ളാഹുവിലേക്ക് അടുത്ത ഈ മഹാന്മാരായ ആളുകളെ കാണുമ്പോൾ അവരെപ്പോലെ നമുക്കും റബ്ബിലേക്ക് അടുക്കണം എന്ന ഒരു ആവേശം നമുക്ക് കിട്ടാൻ, അവരുടെ ആ ഓർമ്മ കിട്ടാൻ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ആ ആദ്യ നൂറ്റാണ്ടിൽ 5 ആളുടെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. അതിന്റെ മുമ്പിൽ ആരാധിച്ചില്ല, അതിന്റെ മുമ്പിൽ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചില്ല. അവരെ കണ്ട് ആവേശം കൊള്ളാൻ വേണ്ടി മാത്രം. 2ാമത്തെ തലമുറ വന്നപ്പോൾ അവർ പറഞ്ഞു, കഴിഞ്ഞ തലമുറ ഇവരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് വെറുതെയായിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഇതിലെന്തോ കാര്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരിൽ നിന്നായിരിക്കാം നമ്മുടെ മുൻഗാമികൾ ബർക്കത്ത് നേടിയത്. അതുകൊണ്ട് ഇവര് മുഖേനയാവട്ടെ ഇനി നമ്മുടെ പ്രാർത്ഥനകൾ ഇവരല്ലാഹുവിനോട് പറയട്ടെ. അങ്ങനെ പിന്നീട് ഈ വിഗ്രഹങ്ങളോട് പറയാൻ തുടങ്ങി. അവരല്ലാഹുവിനോട് പറയുമെന്ന നിലപാടായി. 3ാമത്തെ തലമുറയായപ്പോഴേക്ക് പരിപൂർണമായും ഈ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്ന അവസ്ഥയായി. ഇതാണ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഈ സംഭവം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെയാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജനങ്ങൾ ശരിയായ ലാ ഇലാഹ ഇല്ലല്ലാഹുവിൽ നിന്ന് തെറ്റിപ്പോയത്. അവർ കാലഘട്ടം കുറെ കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനകൾ വദ്ദൗലിയയുടെ മുമ്പിൽ പോയി പറയാൻ തുടങ്ങി, സുവായിന്റെ മുമ്പിൽ പോയി പറയാൻ തുടങ്ങി, യഹൂസിനെയും യഊഖിനെയും നസ്റിനെയും വിളിച്ചു തേടാൻ തുടങ്ങി. സന്താനലാഭത്തിന് വേണ്ടി അവരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, രോഗശമനത്തിന് വേണ്ടി അവരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ അള്ളാഹുവിന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഈ 5 മഹാന്മാരായ ആളുകളുടെ മുമ്പിൽ ആളുകൾ പോയി സമർപ്പിക്കാൻ തുടങ്ങി. എന്നാൽ അവര് സർവശക്തനായ അള്ളാഹുവിൽ അവിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ലതാനും. ഈ 5 ആളുകളും അള്ളാഹുവിനെ പോലെ തന്നെ പ്രപഞ്ചത്തിന്റെ നിർമ്മാണത്തിലും സംവിധാനത്തിലും നിയന്ത്രണത്തിലും പങ്കും ശക്തിയുമുള്ളവരാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ? അതുമില്ല. എന്തുമാത്രമേ അവർ മനസ്സിലാക്കിയിട്ടുള്ളൂ? നമ്മെ ഏറ്റവും സർവശക്തനായ റബ്ബുൽ ആലമീനിലേക്ക് അടുപ്പിക്കാൻ, സാധാരണക്കാരായ നമ്മെ അടുപ്പിക്കാൻ നേർക്കുനേരെ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ 5 മഹാത്മാക്കളിലൂടെയാകട്ടെ ഇനി നമ്മുടെ പ്രാർത്ഥനകളും ഇബാദത്തുകളും അവരല്ലാഹുവിനോട് പറയട്ടെ. അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നേടാം. ഈ വിശ്വാസപ്രകാരം വദ്ദിനെയും സുവാഴിനെയും ഈ 5 ആളുകളെയും പ്രാർത്ഥിച്ച ആ ജനതയോടാണ് നൂഹ് നബി പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പോ നമുക്കെന്താ മനസ്സിലായത്? ഈ 5 ആളുകളെയും പടച്ചവനാണെന്ന് വിചാരിച്ച ജനതയോടല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. ഈ 5 ആളുകളെയും അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ശക്തികളാണിവരെന്ന് വിചാരിച്ച്
മരിച്ചുപോയ ഈ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അവരോട് പ്രാർത്ഥനകളും ഇബാദത്തുകളും സമർപ്പിക്കുകയും ചെയ്ത ജനതയോടാണ് നൂഹ് നബി 950 കൊല്ലം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തേ ജനത്തിന്റെ പ്രതികരണം? ജനങ്ങൾ എന്താ പ്രതികരിച്ചത്? നൂഹ് നബി എത്താവുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പ്രസംഗിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ വദ്ദിനെ പ്രാർത്ഥിക്കരുതേ, സുവാഇനെയും യഗൂസിനെയും യഊഖിനെയും നസ്റിനെയും പ്രാർത്ഥിക്കരുതേ എന്ന് പറഞ്ഞ് നടന്ന പ്രദേശങ്ങളിലെല്ലാം അക്കാലഘട്ടത്തിലെ പുരോഹിതന്മാരും എത്തി. അവര് ജനങ്ങളോട് നേരെ മറുപടി പ്രസംഗം നടത്തി. തൗഹീദ് പ്രസംഗിച്ച സ്ഥലങ്ങളിലെല്ലാം അവിടെയുള്ള പുരോഹിതന്മാര് വന്നുകൊണ്ട് മറുപടി പ്രസംഗം നടത്തി. എന്താ അവർ പ്രസംഗിച്ചത്? ഖുർആൻ പറയുന്നു ഇതേ സൂറത്ത് നൂഹിൽ തന്നെ, വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റാ. വഖാലൂ, നൂഹ് നബി നിയോഗിക്കപ്പെട്ട ജനതയിലെ പുരോഹിതന്മാർ, അവിടെയുള്ള പ്രമാണിമാര് പറഞ്ഞു, ലാ തദറുന്ന ആലിഹതകും, ഈ പുത്തൻവാദിയുടെ വർത്തമാനം കേട്ടിട്ട് നമ്മുടെ കാക്കകാരണവന്മാരായി ആരാധിച്ചാദരിച്ചു പോന്നിരുന്ന നമ്മുടെ ഇലാഹുകളെ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുതേ. ഇവന്റെ ഈ വർത്തമാനം കേട്ടിട്ട് നിങ്ങൾ നമ്മുടെ പാരമ്പര്യ വിശ്വാസത്തെ കൈയൊഴിക്കരുതേ. ഒന്നുകൂടി വിശദമാക്കിയവർ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും പറയാം. അതായത് വലാ തദറുന്ന, നിങ്ങൾ കൈവിടരുത്, വദ്ദൻ, വദ്ദിനെ വിടരുതേ, വലാ സുവാഅൻ, സുവാഇനെയും, വലാ യഗൂസ വയഊഖ വനസ്റാ, ഈ 5 മഹാത്മാക്കളെയും ഈ നൂഹ് എന്ന് പറയുന്ന പുത്തൻവാദിയുടെ വർത്തമാനം കേട്ടിട്ട് നിങ്ങളാരും കൈയൊഴിക്കാൻ തയ്യാറാകരുത്. കണ്ടോ ആ ജനത്തിന്റെ മറുപടി ഏതാണ്? എന്തേ നൂഹ് നബി ചെയ്ത തെറ്റ്? അവിടുന്ന് അങ്ങോട്ട് ആക്ഷേപത്തിന്റെ ശരങ്ങളായിരുന്നു, പരിഹാസത്തിന്റെ കൂരമ്പുകളായിരുന്നു. ഇന്നക മജ്നൂൻ, നീ ഭ്രാന്തനാണ്, നീ വിവരമില്ലാത്തവനാണ്, നീ ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ വന്നവനാണ്. സഹിച്ചു, ക്ഷമിച്ചു. സഹനവും ക്ഷമയ്ക്കും ഒരു പരിധിയില്ലേ? ആ പരിധി അവസാനിച്ചപ്പോഴാണ് മഹാനായ നൂഹ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്, റബ്ബേ, ഞാൻ എന്റെ എല്ലാ ശ്രമങ്ങളും നടത്തിയിരിക്കുന്നു, ഇനി ഈ ജനത നന്നാകുന്ന മട്ടില്ല, അതുകൊണ്ട് ഈ ജനതയെ നീ ഭൂലോകത്ത് നിന്ന് തുടച്ചു നീക്കണമേ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ ഇന്നക ഇൻ തദർഹും യുദില്ലു ഇബാദക വലാ യരിദു ഇല്ലാ ഫാജിറൻ കഫാറാ. റബ്ബി, എന്റെ നാഥ, ലാ തദർ അലൽ അർളി, ഈ ഭൂമുഖത്ത് നീ ബാക്കി വെക്കരുതേ, മിനൽ കാഫിരീന ദയ്യാറ, ഈ അവിശ്വാസികളെ നീ അവരെ ഇവിടെ വിട്ടുപോയാൽ യുദില്ലു ഇബാദക, വരും തലമുറയെയും അവർ നശിപ്പിക്കും, പഴപ്പിക്കും, അവര് നന്നാകുന്ന മട്ടില്ല. പലപ്പോഴും പറയാറില്ലേ, നിങ്ങൾ എത്ര കാലമായി തൗഹീദ് ജനങ്ങളുടെ മുമ്പിൽ പറയുന്നു, നിങ്ങൾക്ക് എത്ര പേരെ നന്നാക്കാനായി എന്ന്. ഈ ലോകത്ത് തൗഹീദിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുടക്കം കുറിക്കാൻ ഒന്നാമതായി അള്ളാഹു പറഞ്ഞയച്ച മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 കൊല്ലം ഇക്കാര്യത്തിലേക്ക് രാപ്പകൽ ഭേദമില്ലാതെ, രഹസ്യ പരസ്യ വ്യത്യാസമില്ലാതെ മുഴുവൻ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്ഷണിച്ചിട്ടും കിട്ടിയത് എത്രയാളെയാണ്? ഒരു കപ്പലിൽ കൊള്ളാവുന്ന ചുരുക്കം പേരെ മാത്രം. 8 പേരെന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 40 പേരെന്ന് പറഞ്ഞിട്ടുണ്ട്, കൂടിയാൽ 80 ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. 950 കൊല്ലം ഒരു പ്രവാചകൻ മുഴുവൻ നയങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മയപ്പെടുത്തി സംസാരിച്ചിട്ട് ഒരു ഭിന്നിപ്പിനും വിട്ടുവാകാതെ കൃത്യമായി സത്യം മാത്രം പറഞ്ഞതിന്റെ പേരിൽ മുഴുവൻ ജനങ്ങളും വിഘടിച്ചു നിന്നു. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് സത്യത്തിന്റെ പാതയിലേക്ക് വന്നത്. ഇത് തൗഹീദിനെ അല്ലെങ്കിൽ സത്യത്തെ പ്രബോധനം നടത്തുന്ന മുഴുവൻ ആളുകൾക്കും ഒരു പാഠമാണ്. ആളുകൾ കേട്ടു എന്ന് വരില്ല, ആളുകൾ അതിന് കൈയടിച്ചു എന്ന് വരില്ല, ആളുകൾ നല്ല വർത്തമാനം മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് വരില്ല. ആളുകൾ അത് അംഗീകരിക്കാൻ, മറ്റു വിഷയങ്ങൾ പറഞ്ഞാൽ കേൾക്കാനും അംഗീകരിക്കാനുമുള്ള ആളുകൾ ഈ വിഷയത്തെ അംഗീകരിക്കാൻ മുന്നോട്ട് വന്നു വളരണമെന്നില്ല. അത് ലോക ചരിത്രമാണ്. മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രം അതാണ്. ആ ജനതയെ ക്ഷണിച്ച് പ്രയാസപ്പെട്ട് അവസാനം അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന ജനതയെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കി. ഞാൻ ആ ചരിത്രം വിശദീകരിക്കുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മഹാപ്രളയത്തിൽ ശിർക്ക് ചെയ്യുന്ന മുഴുവൻ ജനങ്ങളെയും അള്ളാഹു മുക്കിക്കും. പിന്നീട് ഈ ലോകത്ത് ബാക്കിയുള്ളതാരാ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും കറകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹു വിശ്വസിക്കുന്ന ഏതാനും മുസ്ലിമീങ്ങളും.
വേറെ ഭൂലോകത്തൊരൊറ്റ മനുഷ്യനുള്ള എല്ലാവരെയും നശിപ്പിച്ചു. ഇനി ആ തലമുറയിൽ നിന്നാണ് പിന്നെയും ശിർക്ക് വരുന്നത്. ആ കാലഘട്ടം ഇങ്ങനെ കഴിഞ്ഞു. പിന്നെയും അവർക്ക് മക്കളുണ്ടായി, മക്കൾക്ക് മക്കളായി, തലമുറകൾ പിന്നെയും തുടർന്ന് വന്നപ്പോൾ അവർക്കിടയിൽ വിശ്വാസരംഗത്ത് പിന്നെയും കുഴുക്കുത്തുകൾ സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നീട് പ്രവാചകന്മാരുടെ ഒരു ശൃംഖലയെ തന്നെ അല്ലാഹു ഈ ഭൂമിയിലേക്ക് നിയോഗിക്കുന്നത്. അതിൽ പ്രമുഖനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം, റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നൂഹ് നബി അടക്കം പിന്നീട് ഞാൻ ഈ എണ്ണിയ 4 ആളുകളും അടക്കമുള്ള 5 ആളുകളെയാണ് ഉലുൽ അസ്മുകൾ എന്ന പേരിൽ ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഈ ആളുകളൊക്കെ യഥാർത്ഥത്തിൽ വളരെ വ്യക്തമായി ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. മഹാന്മാരായ ഈ ആളുകളെല്ലാം ജനങ്ങളെ വളരെ താൽപര്യപൂർവ്വം ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. ആ മാർഗത്തിൽ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെട്ട മഹാനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതിന്റെ പേരിൽ ഒട്ടേറെ ത്യാഗങ്ങൾ അനുഭവിച്ച മഹാനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന ശിർക്കിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. എന്തേ അവർക്കുണ്ടായിരുന്ന ശിർക്കെന്ന്? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നുകൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തായിരുന്നു മക്കക്കാര് ചെയ്ത തെറ്റ്? മക്കായിലുള്ള ജനങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരായിട്ട് എന്ത് വിശ്വാസമാണ് ഉണ്ടായിരുന്നത്? അബൂജഹിൽ, ഉത്ബത്ത്, ശൈബത്തടങ്ങുന്ന പ്രമാണിമാർ, അബൂലഹബും അതേപോലെ തന്നെയുള്ള പ്രമാണിമാരടങ്ങുന്ന വേറെ കുടുംബങ്ങൾ, അവിടെയുണ്ടായിരുന്ന മുഴുവൻ മുശ്രിക്കുകളും കുഫാറുകളും അവരുടെ മുമ്പിൽ വന്നുകൊണ്ട് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ പ്രഖ്യാപിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ മനസ്സിലാക്കുക, ഏത് ജനതയെയാണ് മുഹമ്മദ് നബി നന്നാക്കാൻ വന്നത്? മക്കയിലെ അബൂജഹിലും അതേപോലെയുള്ള കാഫിറുകളും അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞ നിരീശ്വരവാദികളായിരുന്നോ? അതല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാക്കൾ ഒന്നിലധികമുണ്ട്, അതിൽപ്പെട്ട ഒരു സൃഷ്ടാവാണ് ലാത്തയും ഉസ്സയും ഹുബുലും മനാത്തയും എന്നൊക്കെ വിശ്വസിക്കുന്ന വിശ്വാസക്കാരനായിരുന്നോ? അത് രണ്ടുമല്ല. അല്ലാഹുവിനെ പോലെ സ്വയം കഴിവുള്ള, ആരും കൊടുക്കാത്ത കഴിവുള്ള, ആരിൽ നിന്നും കിട്ടാത്ത കേൾവിശക്തിയും കാഴ്ചശക്തിയും നിയന്ത്രണ ശക്തിയുമുള്ള വേറെ ഒരു വ്യക്തിയാണ് ലാത്ത എന്നോ ഉസ്സ എന്നോ അവർ വിശ്വസിച്ചിരുന്നോ? ഇല്ല. വെറുതെ പറയുന്നതാണോ? എന്താണ് അതിന്റെ തെളിവ്? ആരായിരുന്നു അവർ ആരാധിച്ചിരുന്ന ലാത്ത? അവരുടെ കാര്യപ്പെട്ട ഒരു ദൈവമായിരുന്നു ലാത്ത. ലാത്തയെ രക്ഷിക്കണേ എന്നവർ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആരായിരുന്നു ഈ മനുഷ്യൻ? കാനല്ലാത്തു റജുലൻ യലിതു സവീഖ ലിൽ ഹാജി. ഹാജിമാർ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തേക്കും നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് നടന്നും വാഹനപ്പുറത്തുമൊക്കെ എത്തിയിരുന്ന ആളുകൾക്ക്, ക്ഷീണിച്ചവശരായി വരുന്ന ആ മനുഷ്യന്മാർക്ക് ഒരു പാറക്കല്ലിന്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് പായസമുണ്ടാക്കി വിതരണം നടത്തിയിരുന്ന നല്ലവനായൊരു മനുഷ്യൻ, അയാളായിരുന്നു ലാത്ത. അതായിരുന്നു അയാളുടെ തൊഴിലെന്ന് ആരാ പറഞ്ഞു തന്നത്? സഹീഹുൽ ബുഖാരിയിൽ അതാ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കാനല്ലാത്തു റജുലൻ യലിതു സവീഖ ലിൽ ഹാജി. ഹാജിമാർക്ക് കരിക്കഞ്ഞി വിതരണം നടത്തിയിരുന്ന ഒരു മനുഷ്യൻ. അയാൾ മരിച്ചപ്പോൾ എന്താ ചെയ്തത്? ചതുരത്തിൽ ഒരു കല്ലവർ കൊത്തിയുണ്ടാക്കി. എന്തിനാ? അതിന്മേലാണ് ലാത്ത ഔലിയ ഇരുന്നത്. ലാത്ത എന്ന് പറയുന്ന ആ മനുഷ്യൻ, ജനങ്ങൾക്ക് അന്നദാനം നടത്തിയിരുന്ന മനുഷ്യൻ ഇരുന്നിരുന്ന പാറക്കല്ല് ഒരു സ്മാരകമായി അവർ വെച്ചു. അവിടെ മുതൽ തുടങ്ങി ലാത്തയോടുള്ള പൂജ. വേറെയും പടച്ചവന്മാര് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ദൈവങ്ങളെന്നവർ പറയുന്ന വേറെയും ആളുകളുണ്ടായിരുന്നു. അവർ ഉസ്സ, മനാത്ത, ഹുബുലുൽ അഅല എന്ന് തുടങ്ങി ഒട്ടേറെ ആളുകൾ. കൂട്ടത്തിൽ വേറെയും ചില ആളുകൾ അവർക്കുണ്ടായിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, പൊന്നോമനപുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ശിർക്ക് ചെയ്യരുതേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ കുണ്ടാരത്തിൽ എടുത്തെറിയപ്പെട്ട ആ മഹാൻ, സ്വന്തം വാപ്പ വിഗ്രഹത്തെ കൊത്തിയുണ്ടാക്കി കച്ചവടം നടത്തുന്ന ആ രംഗത്തിൽ അതിനെതിരെ ശക്തമായി പ്രതികരിച്ച് വീടും നാടും വിടേണ്ടി വന്ന ആ മഹാൻ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ കയ്യിലെത്തിയപ്പോൾ ആ മഹാന്റെയും മകന്റെയും ബിംബം തന്നെ കഅബാലയത്തിന്റെ ഉള്ളിലെത്തുന്ന അവസ്ഥയുണ്ടായി. ഇബ്രാഹിം നബിയുടെ ബിംബം, ഇസ്മായിൽ നബിയുടെ ബിംബം കഅബാലയത്തിന്റെ ഉള്ളിൽ തന്നെ. രണ്ടാളുടെയും കയ്യിൽ ഒരു അമ്പുകുറ്റിയുണ്ട്. അതിൽ ഓരോ അമ്പുകളുണ്ട്, കുറെ അമ്പുകളുണ്ട്.
ഒരമ്പുകുറ്റിയിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇഫ്അൽ എന്നാണ്, മറ്റൊന്നിൽ എഴുതി വെച്ചിട്ടുള്ളത് ലാ തഫ്അൽ എന്നാണ്, മറ്റൊന്നിലോ ഒന്നും എഴുതിയിട്ടില്ല. യാത്രക്കൊരുങ്ങുമ്പോൾ, ബിസിനസ്സിന് പോകാനൊരുങ്ങുമ്പോൾ, വിവാഹം ആലോചിക്കാനൊരുങ്ങുമ്പോൾ, ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് അവർ തുടക്കം കുറിക്കുമ്പോൾ ഓടി വരികയാണ് മക്കയിലെ അബൂജാഹിലും മുശ്രിക്കും എങ്ങോട്ട്? പരിശുദ്ധ കഅബാലയത്തിന്റെ ഉള്ളിലേക്ക്. എന്നിട്ടവര് കണ്ണും ചിമ്പി ഇബ്രാഹിം നബിയുടെ കയ്യിൽ നിന്നൊരു ഒരു അമ്പെടുക്കുകയാണ്. എന്നിട്ട് ആ അമ്പിൽ അവർ വായിച്ചു നോക്കും, എന്താണ് ഈ അമ്പിൽ കിട്ടിയത്? ഞാൻ എടുത്ത അമ്പിൽ ഏത് നറുക്കാണ് എനിക്ക് കിട്ടിയത്? ഇഫ്അൽ എന്നാണ് കിട്ടിയതെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, നിങ്ങൾക്ക് പോകാം, കാര്യങ്ങളൊക്കെ യാതൊരു വിഷമവുമില്ലാതെ നടക്കും, നിങ്ങൾക്ക് ഈ അനുകൂലമായ ചുറ്റുപാടാണ്, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിന് വേണ്ടി പോയിക്കൊള്ളുക എന്നാണ്. ലാ തഫ്അൽ എന്ന അമ്പാണ് കിട്ടിയതെങ്കിലോ ചെയ്യാൻ പാടില്ല, നിങ്ങളിപ്പോ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഗുണം പിടിക്കുകയില്ല, അതുകൊണ്ട് പിന്മാറുക. ഒന്നുമില്ലാത്ത അമ്പാണ് കിട്ടിയതെങ്കിലോ രണ്ടാമതും നറുക്കെടുക്കണം എന്ന ചിന്താഗതിയിൽ. അങ്ങനെ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ആദരിച്ചിരുന്ന ഒരു വർഗം. ഇബ്രാഹിം നബിയാണ് ലോകം പടച്ചതെന്ന് വിശ്വസിച്ചോ? ഇല്ല. ഇസ്മായിൽ നബിയാണ് ലോകത്തിന്റെ ഖാലിഖ് എന്ന് വിശ്വസിച്ചോ? ഇല്ല. എന്നിട്ട് പിന്നെ എന്തിനാ അള്ളാഹു ഇവർ നരകത്തിലായെന്ന് പറഞ്ഞത്? അബൂജാഹിലും മുത്തുബത്തും ശൈബത്തും അടങ്ങുന്ന ആളുകൾക്ക് സ്വർഗം നിഷിദ്ധമാണെന്ന് പടച്ചോൻ എന്തിനാ പറഞ്ഞത്? മുഹമ്മദേ നീ അവരുമായി യുദ്ധം ചെയ്യുക എന്ന് എന്തിനാ പറഞ്ഞത്? എന്തായിരുന്നു ഇവർ ചെയ്ത തെറ്റ്? ഏത് കുഴപ്പത്തിലാണ് ഇവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഏത് ഭാഗത്താണ് ഇവർക്ക് പിഴവ് സംഭവിച്ചത്? അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന കാര്യത്തിൽ അബൂജാഹിലിന് തർക്കമില്ല. അള്ളാഹുവാണ് ഈ ലോകത്ത് നമുക്ക് അന്നം നൽകുന്ന റാസിഖ് എന്ന വിഷയത്തിൽ അബൂജഹലിന് തർക്കമില്ല. അള്ളാഹുവാണ് ഈ ലോകത്തിന്റെ നിയന്ത്രണം നടത്തുന്ന മുദബ്ബിർ എന്ന കാര്യത്തിൽ അബൂജഹലിന് തർക്കമില്ല. ലാ റാസിഖ ഇല്ലല്ലാ അബൂജഹൽ അംഗീകരിച്ചിട്ടുണ്ട്. ലാ റബ്ബ ഇല്ലല്ലാ അബൂജഹൽ അംഗീകരിച്ചിട്ടുണ്ട്. ലാ റാസിഖ ഇല്ലല്ലാ അബൂജഹൽ അംഗീകരിച്ചിട്ടുണ്ട്. ലാ മുദബ്ബിറ ഇല്ലല്ലാ അബൂജഹൽ അംഗീകരിച്ചിട്ടുണ്ട്. ലാ മുജീറ ഇല്ലല്ലാ അഭയം നൽകുന്നവൻ അല്ലാഹയല്ലാതെ ഇല്ല അബൂജഹൽ അംഗീകരിച്ചിട്ടുണ്ട്. ഏതാ പിന്നെ അംഗീകരിക്കാത്തത്? ലാ ഖാലിഖ ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ സൃഷ്ടാവില്ല, അതും അബൂജഹൽ അംഗീകരിച്ചിട്ടുണ്ട്. എവിടെയാ തകരാറ് സംഭവിച്ചത്? എന്തേ അബൂജഹൽ ചെയ്ത തെറ്റ്? എവിടെയാണ് അവൻ ഇതൊക്കെ അംഗീകരിച്ചിരുന്നു എന്നതിന് തെളിവ് നമ്മൾ വെറുതെ പറയുകയാണോ? അല്ല. പരിശുദ്ധ ഖുർആൻ ഒന്ന് മറിച്ചു നോക്കിയാൽ നിരവധി ആയത്തുകളിൽ അള്ളാഹു ഈ വിഷയം പറഞ്ഞിരിക്കുകയാണ്. ഉദാഹരണമായി ചില ആയത്തുകൾ മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സൂറത്തുൽ അൻകബൂത്തിലെ ഒരായത്താണ് ഞാൻ കേൾപ്പിക്കുന്നത്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറ അശ്-ശംസ വൽ ഖമറ ലയഖൂലുന്ന അല്ലാഹു ഫഅന്നാ യുഫകൂൻ. മുഹമ്മദ് നബിയെ, നീ ആ മക്കയിലെ മുശ്രിക്കീങ്ങളോട് ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവനാരാണ്? വസഖറ അശ്-ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും നമുക്ക് കീഴ്പ്പെടുത്തി തന്ന ശക്തി ആരാണ് എന്ന് മുശ്രിക്കിനോട് ചോദിച്ചാൽ ലയഖൂലുന്ന അല്ലാഹ്, അവർ പറയുക തന്നെ ചെയ്യും അല്ലാഹ്, അള്ളയാണെന്ന് അവർ പറയും. വീണ്ടും ചോദിച്ചു നോക്ക്, വലയിൻ സഅൽതഹും, നീ അവരോട് ചോദിച്ചാൽ, മൻ നസ്സല മിനസ് സമാഇ മാഅ, ആകാശലോകത്ത് നിന്ന് വെള്ളം ഇറക്കി തരുന്നവൻ ആരാണ്? ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ, ജീർണിച്ചു കിടന്നിരുന്ന ഭൂമി, നിർജീവമായി കിടന്നിരുന്ന പ്രദേശങ്ങൾക്ക് അത് മുഖേന ജീവൻ കിട്ടുകയും അങ്ങനെ ഇവിടെ കൃഷി ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്യുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ ലയഖൂലുന്ന അല്ലാഹ്, അള്ളയാണെന്നവർ പറയും. എന്തൊക്കെ കാര്യങ്ങൾ അംഗീകരിച്ചു? ആകാശം പടച്ചത് അള്ളയാണെന്ന് അബൂജഹൽ അംഗീകരിക്കുന്നു, അതിൽ വേറെ ആർക്കെങ്കിലും പങ്കില്ല. ഭൂമി പടച്ചത് അള്ളയാണെന്നവൻ അംഗീകരിച്ചു. സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിക്കുന്നത് അള്ളയാണെന്നവൻ അംഗീകരിച്ചു. മഴ വർഷിപ്പിച്ചു തരുന്നവൻ അള്ളയാണെന്നവൻ അംഗീകരിച്ചു. കൃഷി ഉൽപ്പാദിപ്പിച്ചു തരുന്നതും അള്ളയാണെന്നവൻ അംഗീകരിച്ചു. ഇനിയും ചോദിക്കാൻ പറയുകയാണ് സൂറത്ത് യൂനുസിൽ, ഖുൽ നബിയെ ചോദിക്ക്, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർളി അമ്മൻ യംലികു അസ്-സമഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ് ഫഖുൽ അഫലാ തത്തഖൂൻ. ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് തരുന്ന റാസിക്കാരാണ്. അതല്ലെങ്കിൽ എല്ലാം കേൾക്കാനുള്ള കഴിവ് അധീനപ്പെടുത്തുന്നവൻ ആരാണ്? എല്ലാം കാണാനുള്ള കഴിവും അധീനപ്പെടുത്തുന്നവൻ ആരാണ്?
ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ള വസ്തുവിൽ നിന്ന് ജീവനില്ലാത്തതിനെയും പുറത്തു കൊണ്ടുവരുന്നവരും ആരാണ്? വമൻ യുദബ്ബിറുൽ അംറ, ഇവിടെ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മുദബ്ബിർ ആരാണ്? അത് ചോദിച്ചാൽ അവർ പറയും ഫസയഖൂലൂന അല്ലാഹ്, അല്ലാഹയാണെന്നവർ പറയും. അതുകൊണ്ട് നബിയോട് ചോദിക്കാൻ പറയുകയാണ് അല്ലാഹു ഫഖുൽ അഫലാ തത്തഖൂൻ, ഇതൊക്കെ അറിഞ്ഞംഗീകരിക്കുന്ന ജനങ്ങളെ നിങ്ങൾക്കൊന്ന് പടച്ചവനെ മാത്രം പേടിച്ച് ജീവിച്ചുകൂടെ? ഇതാണ് അല്ലാഹു ചോദിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയുകയാണ് ഫദാലികുമുല്ലാഹു റബ്ബുക്കും ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ് ഫമാദാ ബഅദൽ ഹഖ് ഇല്ലൽ ളലാലു ഫഅന്നാ തുസ്റഫൂൻ. ഈ കഴിവുകളൊക്കെയുമുള്ള നാഥനില്ലേ, നിങ്ങൾ അംഗീകരിക്കുന്ന ആ റബ്ബില്ലേ, ആ റബ്ബാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ രക്ഷിതാവ്, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഫമാദാ ബഅദൽ ഹഖ് ഇല്ലൽ ളലാൽ, സത്യത്തിന്റെ ശേഷം അസത്യമല്ലാതെ മറ്റെന്താണുള്ളത്? അതുകൊണ്ട് നിങ്ങൾ അസത്യത്തിന്റെ വാദയിൽ നിന്ന് ഇങ്ങോട്ട് വരൂ, സത്യത്തിന്റെ ഈ വേദിയിൽ ഉറച്ചു നിൽക്കൂ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടത്. ഇനിയും ആയത്തുകളുണ്ട്, ഞാൻ ഒന്ന് രണ്ടെണ്ണം മാത്രമേ പറയുന്നുള്ളൂ. ഖുൽ ലിമനിൽ അർളു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ, ആരുടേതാണ് ഭൂമി, ആ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും ആരുടേതാണ്? ആരോടാ ചോദിക്കുന്നത്? മുശ്രിക്കീങ്ങളോട്. സയഖൂലൂന അല്ലാഹ്, അവര് പറയും അല്ലാഹുടെ. ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ള മുഴുവൻ ചരാചരങ്ങളും ആരുടേതാണ് എന്ന് അബൂജഹൽ മുശ്രിക്കിനോട് ചോദിച്ചാൽ അവൻ പറയും അല്ലാഹുടേതാണ്. പിന്നെ ചോദിക്കുന്നു ഖുൽ മർ റബ്ബുസ് സമാവാതി സബ്ഇ വ റബ്ബുൽ അർശിൽ അളീം, ഏഴാകാശങ്ങളുടെയും മഹത്തായ സിംഹാസനത്തിന്റെയും റബ്ബാരാണ്? അബൂജഹൽ പറയുന്നു സയഖൂലൂന അല്ലാഹ്, അല്ലാഹയാണെന്നവൻ പറയും. വീണ്ടും ചോദിക്കുന്നു മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണ്? വഹുവ യുജീറു, അവനാണ് എല്ലാവർക്കും അഭയം നൽകുന്നത്. വലാ യുജാറു അലൈഹി, അവന്റെ തീരുമാനത്തിനെതിരിൽ എവിടെ നിന്നും അഭയം കിട്ടുകയുമില്ല. അങ്ങനത്തെ ശക്തി ആരാണ്? സയഖൂലൂന അല്ലാഹ്, അതിനും അവരുടെ മറുപടി അല്ലാഹയാണ്. നിങ്ങളിപ്പോ ഈ അല്ലാഹയാണ് 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 എന്നൊക്കെ മറുപടി പറഞ്ഞത് ആര് മറുപടി പറഞ്ഞതാണെന്ന് നിങ്ങൾ വിചാരിച്ചത്? മുസ്ലിമീങ്ങൾ പറഞ്ഞ മറുപടിയാണോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടിയല്ലാതെ സഹോദരങ്ങളെ, ഉമറുൽ ഫാറൂഖിന്റെ മറുപടിയല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെയോ അലിയാരുടെയോ മറുപടിയല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ ആ പ്രവാചകൻ ആരോടാണ് പ്രബോധനം നടത്തുന്നതെങ്കിൽ അവിടെയുള്ള അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും അബൂലഹബിന്റെയും ഒക്കെ അടങ്ങുന്ന മുശ്രിക്കീങ്ങളുടെ വിശ്വാസമാണ് ഈ പറഞ്ഞത് അല്ലാഹയാണ് 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 എന്ന്. എന്നിട്ട് ആ ജനങ്ങളോടാ മുഹമ്മദ് നബി പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഇത് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹുവിൽ പരിപൂർണമാകൂല എന്ന് ഉറപ്പായി. അങ്ങനെയാണെങ്കിൽ ഇതുകൊണ്ടൊക്കെ അല്ലാഹയാണ് ലോകം പടച്ചത്, അല്ലാഹയാണ് അന്നം തരുന്നത് എന്നൊക്കെ വിശ്വസിച്ചത് കൊണ്ട് മാത്രം ഒരാളുടെ തൗഹീദ് പൂർണ്ണമായി എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ട ആവശ്യമില്ല. അപ്പോ ഇനി അവരിൽ എന്തോ ന്യൂനതകളുണ്ട്. ഇത് പറയുമ്പോൾ സഹോദരങ്ങളെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ സത്യത്തെ എതിർക്കുന്ന കുറെ സഹോദരങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. എന്ന് പറഞ്ഞാൽ ഞാൻ വിശദമാക്കി പറയട്ടെ, അബൂജഹലിനും അതേപോലെ തന്നെ മക്കയിലെ മുശ്രിക്കീങ്ങൾക്കുമൊന്നും അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അവര് മുശ്രിക്കീങ്ങളായി പോയത് എങ്ങനെയാണെന്നാ അവർ പറയുന്നത്? അല്ലാഹുവിനെ പോലെ തന്നെ സ്വതന്ത്രമായി കഴിവുള്ള മറ്റൊരു പടച്ചവനുണ്ട് എന്ന് വിശ്വസിച്ചതുകൊണ്ടാണ്. അള്ളാഹു കൊടുക്കാത്ത കഴിവിൽ നിന്ന് തന്നെ സ്വന്തമായി സഹായിക്കാൻ കഴിവുള്ള വേറെ ചില സൃഷ്ടാവുകൾ അല്ലെങ്കിൽ വേറെ ചില പടച്ചവന്മാരുണ്ട് എന്ന് വിശ്വസിച്ചതുകൊണ്ടായിരുന്നു അവരിൽ തെറ്റുപറ്റിയത്. അല്ലാതെ അബൂജഹലിനും മുശ്രിക്കിനുമൊന്നും അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇതായി അടുത്ത കാലത്ത് തന്നെ ഇറങ്ങിയ ഒരു പത്രത്തിൽ ഒരുപാട് ഉദ്ധരണികളുണ്ട്. ഏറ്റവും പുതിയത് മാത്രമാണ് ഞാൻ പറയുന്നത്. മർമ്മരം എന്ന പേരിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സ്പെഷ്യൽ മാഗസിനുണ്ട്. ഇവിടെ കേരളത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടനയുടെ പത്രമാണത്. ആ പത്രത്തിൽ തൗഹീദ് തെറ്റും ശരിയും എന്നൊരു ലേഖനമുണ്ട്. ആ പുസ്തകത്തിന്റെ ആ മാസികയുടെ 25-ാമത്തെ പേജിൽ പറയുന്നു, ലാത്തയോടും ഉസ്സയോടും സഹായം തേടിയിരുന്ന മക്കാ മുശ്രിക്കുകൾ മുശ്രിക്കുകളാകാൻ കാരണം ലാത്തയിൽ നിന്നും ഉസ്സയിൽ നിന്നും മറഞ്ഞ വഴിയിലൂടെ സഹായം ലഭിക്കുമെന്ന് വിശ്വസിച്ചതുകൊണ്ടായിരുന്നില്ല. മറിച്ച് അവർ മുശ്രിക്കീങ്ങളായി പോയത് ലാത്തയും ഉസ്സയും പരമമായ അനുഗ്രഹദാതാക്കളും സ്വയം കഴിവുള്ള ദൈവങ്ങളുമാണെന്ന് വിശ്വസിച്ചതുകൊണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിനെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾക്കുള്ള വിശ്വാസം എന്താണ്? അതേ വിശ്വാസമായിരുന്നു ലാത്തയെ സംബന്ധിച്ചും മുശ്രിക്കിനുണ്ടായിരുന്നത്. അള്ളയാണ് ലോകം പടച്ചതെന്ന് മുസ്ലിം വിശ്വസിക്കുന്നു, എന്നാൽ മുശ്രിക്ക് വിശ്വസിക്കുന്നത് ലാത്തയാണ് ലോകം പടച്ചതെന്നാണ്. അതല്ലാതെ ഇവരീ പറയുന്ന, അല്ലെങ്കിൽ ഇത് ഈ രൂപത്തിൽ വിശദീകരിക്കുന്ന ആളുകൾ പറയുന്നത് കളവാണ്. ലാത്തക്കും ഉസ്സക്കുമൊന്നും അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല, അവരല്ലാഹുവിനോടൊട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല. ഇതാണ് ആ മാസികയിൽ എഴുതിവിട്ടത്. നിങ്ങൾ ഇതുവരെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഉള്ള ബുദ്ധി കൊണ്ട് വിലയിരുത്തുക, ഇതിൽ ഏതാണ് തെറ്റ്, ഏതാണ് ശരി. മാസികക്കാരൻ പറഞ്ഞതാണോ ശരി? റഹ്മാനായ റബ്ബുൽ ആലമീൻ അവന്റെ സൂറത്തുകളിൽ വ്യത്യസ്തമായ അധ്യായങ്ങളിലൂടെ നമ്മോട് പറഞ്ഞതാണോ ശരി? ഞാൻ അർത്ഥം വല്ലതും മാറ്റിയിട്ടുണ്ടോ? നിങ്ങൾ ഈ ആയത്തുകൾ ഖുർആനിന്റെ പരിഭാഷകളിൽ നിന്ന് നോക്കി വായിക്കണം. അബൂജഹലിന്റെയും മുശ്രിക്കീങ്ങളുടെയും മറുപടി അള്ളയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു എന്ന് ഞാനല്ല പറഞ്ഞത്, അള്ളയാണ് പറഞ്ഞത്. തീർന്നില്ല, അതിന് ഉദാഹരണങ്ങളും റബ്ബ് പറഞ്ഞിട്ടുണ്ട്. ആപൽ ഘട്ടങ്ങൾ വന്നാൽ അബൂജഹിൽ ലാത്തയെയും ഉസ്സയെയും ഒക്കെ ഒഴിവാക്കാറുണ്ടായിരുന്നു. എപ്പോഴാണത്? സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ. കപ്പലിങ്ങനെ നല്ല സുഖകരമായ യാത്രയിലാണെങ്കിൽ അവർക്ക് പ്രശ്നവുമൊന്നുമില്ല. പക്ഷേ അല്ലാഹു തആല പറയുകയാണ്, ഹുവല്ലദീ യുസയ്യിറുകും ഫിൽ ബർരി വൽ ബഹരി ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽകി വജറൈന ബിഹിം ബിരിഹിൻ തയ്യിബത്തിൻ ഫവഫരിഹൂ ബിഹാ جاءتها ريح ناصف وجاءهم الموج من كل مكان وظنوا أنهم محيط بهم دعوا الله مخلصين له الدين لئن أنجيتنا من هذه لنكونن من الشاكرين. മക്കയിലെ മുശ്രിക്കിന് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നോ ഇല്ലേ എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കണം നമ്മൾ. മക്കയിലെ മുശ്രിക്ക് ആപത്ത് വന്നാൽ ആരോടായിരുന്നു ദുആ ചെയ്തിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മക്കയിലെ മുശ്രിക്കിന്റെ വിഫൽഘട്ടങ്ങളിലും ആപത്തുകളും സംഭവിച്ചാൽ അവരാരെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത് എന്ന് ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ അള്ളാഹു പറയുന്നത്? അവരിങ്ങനെ കപ്പലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ശാന്തമായ ആ ഓളങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അവർ സന്തുഷ്ടരാണ്. അതിനിടയിൽ നാനാഭാഗത്തു നിന്നും ഇങ്ങോട്ട് എന്തു വന്നാൽ തിരമാലകൾ ആർത്തലച്ചു വന്ന് ഇനി രക്ഷപ്പെടില്ല, നമ്മൾ ഇപ്പോൾ മുങ്ങിച്ചാകും എന്ന ഘട്ടമെത്തിയാൽ മുശ്രിക്കീങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്നോ? എന്താ അവർ പ്രാർത്ഥിക്കുന്നത്? അവരെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ഇനി മനസ്സിലാക്കുക സഹോദരാ, മർമ്മരം മാസികക്കാരൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? അള്ളാഹ് പറയുന്നു ആപത്തെത്തിക്കഴിഞ്ഞാൽ മുശ്രിക്ക് ദഅവുല്ലാഹ, അള്ളാഹിനോട് ദുആ ചെയ്യുന്നു. എങ്ങനെ? കാപ്പറ്റ്യത്താലുള്ള ദുആയല്ല, മനസ്സിലൊന്ന് വെച്ച് പുറത്തേക്ക് ദുആയിരുന്നതല്ല. അവന്റെ മനസ്സില്ല ഈമാനുണ്ട്, അഖീദയുണ്ട്. അതിനെന്താ തെളിവ്? അള്ളാഹ് തന്നെ തൊട്ടടുത്ത് തന്നെ പറഞ്ഞു, മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടെയാണ് അവൻ ദുആ ചെയ്തത്. എന്താ അവൻ ദുആ ചെയ്തതെന്നോ? ലഇൻ അൻജൈതനാ മിൻ ഹാദിഹി, ഈ പെട്ടാപത്തിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ ലനകൂനന്ന മിനശ്ശാകിരീൻ, ഞങ്ങൾ നിന്നോട് എന്നും ഈ രക്ഷപ്പെടുത്തിയതിന് കൂറുള്ളവരായിരിക്കും, നന്ദിയുള്ളവരായിരിക്കും. അത് പറഞ്ഞ് പ്രാർത്ഥിച്ചു അല്ലാഹ് അവരെ അങ്ങോട്ട് രക്ഷപ്പെടുത്തിയാൽ ഫലമ്മാ നജ്ജാഹും ഇദാഹും യബ്ഗൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, സത്യത്തിനെതിരായി കൊണ്ടവർ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നാൽ വീണ്ടും അവരുടെ പഴയ ചിന്താഗതിയിലേക്ക് തന്നെ പോകുന്നു. ഇതായിരുന്നു അവരുടെ വിശ്വാസം. സൂറത്ത് യൂനുസിൽ നിന്നാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അതേപോലെ തന്നെ സൂറത്ത് അൻകബൂത്തിൽ അല്ലാഹു തആല പറയുന്നു, ഫഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാഹും യുശ്രികൂൻ. ആപത്തെത്തിക്കഴിഞ്ഞാൽ മുശ്രിക്ക് പ്രാർത്ഥിക്കുന്നത് ആരോടാ? തോണിയിൽ നിന്ന് മുങ്ങിച്ചാകും, കപ്പലിപ്പോൾ കാറ്റിലും കോളിലും പെട്ടി ഇനി രക്ഷപ്പെടില്ല എന്ന് ഘട്ടമെത്തിയാൽ അള്ളാനെ മാത്രമേ വിളിക്കൂ. പിന്നെ ലാത്തയില്ല, ഉസ്സയില്ല, ഹുബിലില്ല, എല്ലാവരെയും വിട്ടു അള്ളാനെ മാത്രം വിളിക്കുന്നു. ആരുടെ സ്വഭാവമാണിത്? ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് നബിയാരെ ഏതൊരു സമൂഹത്തെ പഠിപ്പിക്കാനാണോ പ്രവാചകൻ നിയോഗിച്ചതെങ്കിൽ ആ ജനതയുടെ സ്വഭാവം. അപ്പൊ ഇവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അതിനെന്താ തെളിവ്? അവരാത്മാർത്ഥമായി അള്ളാഹിനോട് ദുആ ചെയ്തിരുന്നു. ആപൽ ഘട്ടമെത്തിയാൽ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. അവരല്ലാഹുവിനെയാണ് ഏറ്റവും വലിയ ശക്തിയായി കണ്ടത്. പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള തെളിവുകളാണ് കേട്ടത്. അതേപോലെ തന്നെ ഹദീസിലേക്ക് നോക്കൂ സഹോദരന്മാരെ. അബൂജഹലടക്കമുള്ള മുശ്രിക്കീങ്ങൾ തവാഫ് ചെയ്യാൻ വേണ്ടി കഅബയുടെ സമീപത്തെത്തുമ്പോൾ അവരെന്താണ് തൽബിയത്ത് ചൊല്ലിയിരുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. ഉടനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും,
മതി അവിടെ നിർത്തിക്കോളൂ, അതാ നിങ്ങൾക്ക് നല്ലത്. ഇപ്പോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഉടനെ തന്നെ മുശ്രിക്ക് പറയും ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അതോടുകൂടെ അവരിൽ ശിർക്ക് വന്നുപോയി. എന്താ അവര് പറഞ്ഞു തെറ്റ്? അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലാ ശരീക ലക, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. അപ്പൊ നബി പറയും അവിടെ നിർത്തിക്കോളൂ, അതാ ശരി. പക്ഷേ ഉടനെ തന്നെ മുശ്രിക്കീങ്ങൾ പറയും ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരൻ നിനക്കുണ്ട്. എങ്ങനത്തെ പങ്കുകാരനാണ്? സ്വയം കഴിവുള്ള പങ്കുകാരനാണോ? സ്വന്തമായി നിന്റെ ഒരു കഴിവും ആവശ്യമില്ലാത്ത സ്വതന്ത്രനായ കഴിവുള്ള മറ്റൊരു അള്ളയാണോ? അല്ല. ഹുവലക്ക, അവൻ നിന്റേതാണ്. കണ്ടോ? ഹുവലക്ക, ആ ശരീക്ക് നിന്റേതാണ്. തംലികുഹു, നീയാണ് അവനെ ഉടമപ്പെടുത്തിയിട്ടുള്ളത്. ഒമാ മലക്ക, അയാൾ എന്തെങ്കിലും ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നീ കൊടുത്തതാണ്. അപ്പൊ നിന്റെ കഴിവ് കിട്ടിയിട്ടുള്ള ചില ആളുകളാണ് ഞങ്ങൾക്കുള്ളത്, സ്വതന്ത്രമായ കഴിവുള്ളവരല്ല. മുസ്ലിം എടുത്ത് മറിച്ചു നോക്കൂ സഹോദരന്മാരെ, മുശ്രിക്കീങ്ങൾ ചൊല്ലിയിരുന്ന തെൽബിയത്ത് ഇതല്ലേ? ഇനി ആലോചിച്ചു നോക്കൂ, മർമ്മരം മാസികക്കാരൻ പറഞ്ഞത് ശരിയാണോ? അള്ളാഹുവിൽ ഇവർക്ക് വിശ്വാസമില്ലേ? അള്ളാഹു കൊടുത്ത കഴിവല്ലാതെ സ്വതന്ത്രമായി സ്വയം കഴിവുള്ള ദൈവങ്ങളാണ് ലാത്ത ഉസ്സ എന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് അവർ തെറ്റുകാരായി പോയത് എന്നീ വാദം കളവല്ലേ? സത്യത്തിന് നിരക്കാത്തതല്ലേ? ഖുർആനിനെതിരെയുള്ള കയ്യേറ്റമല്ലേ? അഷ്റഫുൽ ഖൽഖിന്റെ വാക്യങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണമല്ലേ? ഇനി അതുകൊണ്ടൊന്നും മനസ്സിലായില്ലെങ്കിൽ ഇവർക്ക് ഈ വിശ്വാസമുണ്ടായിരുന്നു എന്നുള്ളതിന് വേറെ ഒരു തെളിവത മാലപ്പാട്ടുകളിലും തബീനപ്പാട്ടുകളിലുമൊക്കെ ചേക്കേറി കടന്നുകൂടിയിട്ടുള്ളൊരു കാര്യമാണല്ലോ നമ്മുടെ ബദർ ചരിത്രത്തെ സംബന്ധിച്ചുള്ള വീരഗാഥകൾ. അതിലെന്താ പറയുന്നത്? അബൂജഹലിന് അള്ളാഹുവിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ള തെളിവ് അതിലുണ്ട്. ബദർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ് ആര്? മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബികളും ഒരു ഭാഗത്ത്, ബദറിന്റെ ഇങ്ങേ തലക്കൽ അബൂജഹലും അവന്റെ ശിങ്കിടികളും 1000-ഓളം വരുന്ന ആളുകളും. യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സന്ദർഭത്തിൽ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. ആര്? സിദ്ദീഖുൽ അക്ബർ അല്ല ദുആ ചെയ്യുന്നത്, അബൂജഹൽ എന്ന മുശ്രിക്കിന്റെ നേതാവ് ദുആ ചെയ്യുകയാണെന്താ ദുആ? ഇറയോനെ ഹാദൽ ബൈത്തുടെ നയനഹ കൊട് ബാത്തിൽ രണ്ടിൻ ഇറയിൽ തീരിത്തരുളീട് നീ ഇന്ദതി കൂട്ടം ഹക്കുടയോർ അവരാരുരക്കറിയാം അവർകളെ ഇടയിൽ തീരിത്തരുളീട് നീ ഇന്ദദിനം തനിലേ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇറയോനെ ഹാദൽ ബൈത്തുടെ നായനെ ഹക്കൊട് ബാത്തിൽ രണ്ടിൻ, സത്യത്തിന്റെ കക്ഷി ആരാൻ നീ തെളിയിച്ചു തരണം. പരനേ രണ്ടാലൊരു ദീനിനെ പോരിശയാക്കിനിതായി മിൽക്കാത്തുകൾ പത്താഹേ താമസം ചെയ്തിടാതുത്തിരം ചെയ്തിടു നീ ഇരവിന് ഹാക്കിമേ സിത്തിറാൽ ഉരവാക്കുലൈ കതിറാൽ അവർ ദുആ പട്ടാങ്ങിൽ റാഹിമവൻ കബൂലാക്കിടൈ സത്യമാൽ. മാപ്പിളകവി മോയിൻകുട്ടി വൈദ്യരുടെ ഈരടികളാണിത്. എന്താ? അബൂജഹൽ യുദ്ധത്തിന്റെ സമയത്ത് കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതാ, പടച്ചോനെ ബദറിൽ വെച്ചതാ ഞങ്ങൾ ഏറ്റുമുട്ടാൻ പോകുന്നു. ആര്? ഞാനും എന്റെ പാർട്ടിക്കാരും മുഹമ്മദിന്റെ പാർട്ടിക്കാരും. രണ്ടു കൂട്ടരിൽ ആരാണ് ഹക്കിന്റെ പാർട്ടി, ആരാണ് ബാത്തിലിന്റെ പാർട്ടി? ബാത്തിലിന്റെ പാർട്ടിക്കാരൻ നീ പരാജയപ്പെടുത്തണം, ഹക്കിന്റെ അഹിലുകാരൻ നീ വിജയിപ്പിക്കണേ. കഅബന്റെ അടുത്ത് നിന്നിട്ട് അബൂജാഹിലാ ദുആ ചെയ്യുന്നത്. അള്ളാഹ് പ്രാർത്ഥനക്ക് അസ്സൽ ഉത്തരാണ് കൊടുത്തു. ബാത്തിലിന്റെ പാർട്ടി ആരാണെന്നാണ് മനസ്സിലായി കൊടുത്തു, പൊട്ടിച്ച് കൈ കൊടുത്തു. അബൂജഹലിന്റെയും 70ഓളം വരുന്ന ആളുകളുടെയും തല ബദറിലെ കൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ടു. അവർ പരാജയപ്പെട്ടു. എന്തിനാ ഞാൻ പറഞ്ഞത്? അബൂജഹലിന് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാനാണ്. അതിന് ഈ മാലപ്പാട്ടൊന്നും ആവശ്യമില്ല. ഖുർആനിലും ഹദീസിലും പറഞ്ഞു തന്നെ ഞാൻ വേണ്ടുവോളം പറഞ്ഞു. പക്ഷെ അതൊന്നും കിട്ടിയാലും ചിലപ്പോൾ വിശ്വാസമില്ലാതെ ഒരു മാലയുടെ 2 വരിയെങ്കിലും കേട്ടാൽ സമാധാനമാകുന്ന ആരെങ്കിലും സഹോദരങ്ങളുണ്ടെങ്കിൽ അതിനും അതാ തെളിവായി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട ആ ജനങ്ങളുടെ വിശ്വാസം ഇതായിരുന്നു. അവരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹുവിലേക്ക്. പിന്നെന്താ അവരിൽ വന്നുപോയ ശിർക്ക് എന്താണ്? ഏത് തെറ്റാണ് അവരിൽ സംഭവിച്ചു പോയത്? അവരിൽ സംഭവിച്ചു പോയ ശിർക്ക് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്താണ് അവരിൽ സംഭവിച്ചു പോയതെന്നോ? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് എന്തിനാണെന്നോ? ഇവര് പടച്ചവന്മാരാണെന്ന് വിചാരിച്ചിട്ടല്ല. ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി, സർവശക്തനായ അള്ളാഹുവിലേക്ക് ഇവര് ഞങ്ങളെ അടുപ്പിക്കണം. ആ ആയത്തിൽ തന്നെ മനസ്സിലായില്ലേ? ഇലല്ലാഹി എന്ന് പറഞ്ഞപ്പോ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലെങ്കിൽ അത് പറയണോ?
ഏറ്റവും വലിയ ശക്തി അള്ളയാണെന്ന് വിശ്വാസം ഉണ്ടാവുകൊണ്ടാണ് ആ ശക്തിയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനാണ് ഇവരെ ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് അവരവകാശപ്പെട്ടത്. അതേപോലെ അവർ പറയുന്നു വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ് ഖുൽ അതുനബ്ബിഊന അല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർളി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അല്ലാഹുവിന് പുറമേ ഉപകാരവും ഉപദ്രവവും ചെയ്യാത്തവരെ അവർ ആരാധിക്കുന്നു. എന്നിട്ട് അവർ പറയുന്ന ന്യായം എന്താണ്? ഹൗലായി ഈ കൂട്ടർ ശുഫാഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ്. അപ്പൊ അല്ലാഹുവിന്റെ അടുക്കൽ മറ്റുള്ളവർ ശുപാർശ ചെയ്യണമെങ്കിൽ സൂപ്പർ അല്ലാരാ? അതല്ലെന്നെ. അപ്പൊ അവർ അല്ലാഹുവിൽ ഇവർക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ലേ ആ ആളെടുത്ത് വേറൊരാളെ കൊണ്ട് അടുപ്പിക്കാൻ ചെല്ലുന്നത്? അതല്ലേ സാമാന്യ ബുദ്ധി? അതല്ലേ പ്രമാണങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നത്? അതെ, അതിനാണ് അവർ പ്രാർത്ഥിച്ചത്. അല്ലാഹ് അവരോട് ചോദിക്കുകയാണ്, പടച്ചവന് വിവരമില്ലാത്തത് നിങ്ങൾ അവനെ പഠിപ്പിക്കുകയാണോ? തആലാ അമ്മാ യുശ്രികൂൻ. അവർ പങ്കുചേർക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. ഇതാണ് അവർ പറഞ്ഞ ന്യായം. അള്ളയാണ് എല്ലാം എന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ ലാത്താ ഉസ്സാ ഹുബലൊക്കെ എന്തിനാ? അത് ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ. അവരല്ലാഹുവിന്റെ റഹ്മാൻ എന്ന സിഫത്തിൽ അവർക്ക് വിശ്വാസം പോരാ. അള്ളാഹു പരമോന്നതനാണ്, അവിടേക്ക് സാധുക്കളായി നമുക്കെത്താൻ പറ്റൂല. അതിന് അക്കാലത്ത് അവർ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇക്കാലത്തും ചില ആളുകൾ ചില ഉദാഹരണങ്ങൾ പറയാറുണ്ട്. സാധാരണക്കാരോട് അവർ ചോദിക്കാറുണ്ട്, അള്ളാഹുവിലേക്ക് നേർക്കുനേരെ നമ്മൾ ചോദിച്ചാൽ നമ്മൾ സാധുക്കളാണ്, പാപികളാണ്, ഉത്തരം കിട്ടാൻ പ്രയാസമാണ്, കിട്ടില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് നേർക്കുനേരെ മാത്രമേ ഞാൻ ചോദിക്കുകയുള്ളൂ, ഞാൻ മറ്റാരെയും പ്രാർത്ഥിക്കുകയില്ല എന്ന് പറയുന്നവൻ കടുത്ത കാഫിറും മുനാഫിക്കുമാണെന്ന് എഴുതി വിട്ടിട്ടുണ്ട്. മുശ്രിക്കീങ്ങളായ ആളുകളുടെ ഈ വിശ്വാസത്തെ സംബന്ധിച്ച് വളരെ ശക്തമായി എതിർക്കുന്നതിന്റെ പേരിൽ ഞങ്ങളെയൊക്കെ ഇതാ മക്കത്തെ അബൂജഹലിനേക്കാൾ കഷ്ടമുള്ള മുശ്രിക്കീങ്ങളാക്കി മാറ്റിയിരിക്കുന്നുവെന്ന് ആരോപണം പറഞ്ഞ ആളുകളുണ്ട്. സഹോദരന്മാരെ, ആലോചിച്ച് നോക്കൂ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ ചെയ്തത്? അവരിൽ നടത്തിയ മാറ്റം എന്തായിരുന്നു? ഇന്നാളുകൾ പറയുന്ന ഉദാഹരണവും അതുമായി തട്ടിച്ചു നോക്കൂ നിങ്ങൾ. അവര് പറയുന്നത് അള്ളാഹു എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോമറാണ്. ആ ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് നമ്മുടെ ബൾബിലേക്ക് ഇങ്ങോട്ട് കണക്ഷൻ കൊടുത്താൽ എന്താണ് സംഭവിക്കുക? ലൈറ്റ് കത്തുമോ? കത്തില്ല. അപ്പൊ ഇടയിൽ സ്വിച്ച് ബോർഡ് വേണം. ട്രാൻസ്ഫോമറിൽ നിന്ന് സ്വിച്ച് ബോർഡിലേക്ക് വരണം, അവിടുന്ന് ഇങ്ങോട്ട് കണക്ഷൻ കൊടുക്കണം, അപ്പോഴേ ഉപകാരം കിട്ടും. ഇതേപോലെ സഹോദരങ്ങളെ, അള്ളാഹുവാകുന്ന ട്രാൻസ്ഫോമറിൽ നിന്ന് ഔലിയാക്കളാകുന്ന സ്വിച്ച് ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കുകയും ആ സ്വിച്ച് ബോർഡിൽ നിന്ന് നമ്മൾ സാധാരണക്കാരാകുന്ന നമ്മളാകുന്ന ബൾബിലേക്ക് കണക്ഷൻ കൊടുക്കുകയും ചെയ്താലേ പ്രകാശം കിട്ടുകയുള്ളൂ. അതല്ലെങ്കിലോ അപകടമായി പോകും. ഇത് കേട്ടപ്പോൾ ആൾക്കാർ വിചാരിച്ചു, യുക്തി ഉണ്ടല്ലോ നമ്മുടെ പിന്നിൽ. ശരിയാണ്, അത് നേരിട്ടായാൽ പറ്റൂല. അപ്പൊ നേരിട്ട് അള്ളാഹിനോട് പറയണം എന്ന് പറയുന്നത് അപകടമാണ്. കുറെ കാലം കഴിഞ്ഞപ്പോൾ അയാളുടെ ശൈലി വേറെയായി. പിന്നെ അവർ പറഞ്ഞ ന്യായം എന്താണ്? അവര് പറഞ്ഞു, ഇതാ നോക്കൂ നിങ്ങൾ, പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് ഒരു സാധാരണക്കാരന് കയറി ചെല്ലണമെങ്കിൽ എത്ര ആൾ ഇടയിൽ വേണം? പ്രധാനമന്ത്രി, ഇന്നത്തെ പ്രധാനമന്ത്രി ഗുജറാത്തിനെ നമുക്കൊന്ന് കാണണം. എനിക്ക് കാണണം. എന്താ വഴി? നേരിട്ടാൻ ചെന്നാൽ കുന്നിക്ക് പിടിച്ചൊന്ന് പുറത്തു കിടും അല്ലേ? അപ്പൊ എന്ത് വേണം? ആദ്യം മന്ത്രിയെ പിടിക്കണം. കേരളത്തിൽ നിന്ന് ഉള്ളൊരു മന്ത്രിനെ പിടിക്കണം. മന്ത്രിന്റെ അടുത്തേക്ക് ഞാൻ ചെന്നാലോ, ഞാൻ വോട്ട് ചെയ്ത് മന്ത്രിയായ ആളാണെങ്കിലും എന്നെ തിരിഞ്ഞു നോക്കൂല അല്ലേ? ശരിയാണ്, തിരിഞ്ഞു നോക്കൂല. എന്നാ എംപിനെ പിടിക്കണം. എംപിയിലേക്ക് എടുക്കണമെങ്കിൽ MLA വേണം. MLA പിടിക്കണമെങ്കിൽ ജില്ലാ സെക്രട്ടറി വേണം. ജില്ലാ സെക്രട്ടറിയെ കിട്ടണമെങ്കിൽ തന്നെയും പഞ്ചായത്ത് പ്രസിഡന്റ് വേണം. പഞ്ചായത്ത് പ്രസിഡന്റിനെ കിട്ടണമെങ്കിൽ തന്നെയും ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി വേണം അല്ലേ? ഒരു ഗുജറാളിലേക്ക് സമീപിക്കാൻ ഇത്ര കൂടുതൽ ഇടയാളന്മാര് നമുക്ക് ആവശ്യമാണെങ്കിൽ സഹോദരങ്ങളെ, അങ്ങനെ പോകുന്ന ശൈലി. അങ്ങനെ ആ ഗുജറാളിലേക്ക് എടുക്കണമെങ്കിൽ ഇത്ര കൂടുതൽ ഇടയാളന്മാര് നമുക്ക് വേണമെങ്കിൽ ആ ഗുജറാളിനെയും നമ്മളെയും ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും പടച്ച രാജാതിരാജനായ റബ്ബുൽ ആലമീനിന്റെ അടുത്തേക്ക് എത്താൻ നമുക്ക് ഔലിയാക്കളാകുന്ന ഇടയാളന്മാര് വേണ്ടേ? അത് വേണ്ടെന്ന് പറയുന്നവര് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തല്ലേ? ആണ് കേൾക്കുമ്പോ സാധാരണക്കാർ പറയും, ഇവര് പറഞ്ഞെടുത്ത് കുറച്ചൊക്കെ കാര്യമുണ്ട്. ഇപ്പോഴത്തെ ചോദ്യത്തിന് മുജാഹിദ് മൗലവിമാർക്ക് ഏതായാലും ഉത്തരം ഉണ്ടാവില്ല. ഇങ്ങനെയാണ് ആളുകൾ വിചാരിക്കുന്നത്. അബദ്ധമാണ് സഹോദരന്മാരെ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളൊക്കെ എന്താ മദ്രസയിൽ നിന്ന് അഖീദയിൽ ചൊല്ലി പഠിച്ചത്? അള്ളാഹുവിന് വേറൊരാളോട് ഉപമിക്കാമോ? അള്ളാഹുവിന് നമ്മളൊരാൾ വേറൊരാൾ നമ്മെ പറ്റി പരിചയപ്പെടുത്തണോ? ആവശ്യമുണ്ടോ? ഇല്ല.
അള്ളാഹുവിന് നിങ്ങൾ ഒരിക്കലും ഉപമ പറയരുത്, അള്ളാഹുവിനെ നിങ്ങൾ ഒന്നിനോട് ഉദാഹരിക്കരുത്. കാരണം എന്താ? ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണവൻ, അവനെപ്പോലെ ഒന്നും തന്നെയില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്. തൗഹീദിന്റെ സൂറത്തിൽ അതല്ലേ നമ്മൾ പറയുന്നത്, അവന് തുല്യനായി മറ്റാരുമില്ല. ഞാനും നിങ്ങളും ചൊല്ലിപ്പഠിച്ചതും അത് തന്നെയാണ്. മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. എല്ലാ സൃഷ്ടികളോടും എല്ലാ നിലക്കും വ്യത്യസ്തനാണ് അള്ളാഹു. അള്ളാഹുവിനെ പോലെ ആരുണ്ടെന്ന് ചോദിച്ചാൽ അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്നാണ് മറുപടി. അവനെപ്പോലെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് അവനെ മനസ്സിലാക്കാൻ ഉദാഹരിക്കരുത്, അവനെ മനസ്സിലാക്കാൻ ഉദാഹരണങ്ങൾ കൊണ്ടുവരരുത്. ഇങ്ങനെ ട്രാൻസ്ഫോമറിന്റെയും അതേപോലെ തന്നെ രാജാവിന്റെയും മന്ത്രിയുടെയും ഒക്കെ സ്ഥാനം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ അങ്ങനെ നിങ്ങൾ ഉദാഹരിക്കരുതേ എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിലേക്ക് അടുക്കാൻ അതാവശ്യമില്ല. അള്ളാഹു നമ്മുടെ കണ്ഠധമനിയേക്കാൾ അടുത്തവനാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. എന്റെയും നിങ്ങളുടെയും ജീവന്റെ നിലനിൽപ്പായ ഈ കണ്ഠനാടിയില്ലേ, ഇതിനേക്കാൾ റബ്ബ് നമ്മളോട് അടുത്തവനാണ്. ഞാനും നിങ്ങളും മനസ്സിലൊന്ന് ചിന്തിക്കുന്നതിന്റെ മുമ്പേ റബ്ബുൽ ആലമീൻ അറിഞ്ഞു കഴിഞ്ഞു. അവന്റെ അറിവ് വിശാലമാണ്. അവന്റെ അറിവ് പോലെ ലോകത്തൊരാൾക്കും അറിവില്ല. അതുകൊണ്ട് നമ്മളെ ഒരാൾ പരിചയപ്പെടുത്തേണ്ടുന്ന ആവശ്യമില്ല. ഇത് കൃത്യമായി അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് അംഗീകരിക്കാത്ത ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുക്കാൻ മറ്റുള്ള ആളുകൾ ആവശ്യമുണ്ട്, അവരോട് പറയണം. അവര് പറഞ്ഞിട്ട് എത്തലേ വഴിയുള്ളൂ എന്ന് വിശ്വസിച്ച ജനങ്ങളോടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളുടെ ഈ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ്. അതുകൊണ്ട് സന്മാർഗത്തിലേക്ക് വരണം. അതിന്റെ പേരിൽ യുദ്ധങ്ങളുണ്ടായി, വലാഹലങ്ങളുണ്ടായി, പ്രയാസങ്ങളുണ്ടായി, ഏറ്റുമുട്ടലുകളുണ്ടായി, ബഹിഷ്കരണങ്ങളുണ്ടായി. പക്ഷേ പ്രവാചകൻ കുലുങ്ങിയിട്ടില്ല. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിച്ച ജനതയുടെ, സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട ജനങ്ങളിലുണ്ടായിരുന്ന ശിർക്ക് ഈ രൂപത്തിലായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെതിരായി അവരിൽ സംഭവിച്ചുപോയ അപാകതകളും പിഴവുകളും ഇതായിരുന്നു. എങ്കിൽ ഇനി നമുക്ക് സംശയമുള്ളത്, ഖുർആനിൽ അല്ലാഹു അവരെ സംബന്ധിച്ച് പറഞ്ഞത് അവർക്ക് ഇബാദത്ത് എടുത്തു എന്നാണല്ലോ. ലാത്തക്കും ഉസ്സക്കും ഒക്കെ ഇബാദത്താണല്ലോ എടുത്തത്. ഞങ്ങൾ ഇവിടെയുള്ള മഹാന്മാരായ ആളുകൾക്കോ മരിച്ചുപോയ സാലിഹീങ്ങളുടെയൊന്നും പേരിൽ ഇബാദത്ത് എടുക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താണ് ഇബാദത്ത്, അവർ ചെയ്ത ഇബാദത്ത് എന്തായിരുന്നു എന്നും ആ ഇബാദത്തിന്റേതായ വിവിധ വശങ്ങളെ സംബന്ധിച്ചും അതിലുള്ള സംശയങ്ങളെ സംബന്ധിച്ചും വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്.